നമ്മുടെ യോഗശാസ്ത്രം കൊണ്ടുവരുന്നത് ഇപ്പോൾ പ്രാണായാമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണിക്കൂറുകളോളം ധ്യാനാവസ്ഥയിൽ കയറി കഴിയുമ്പോൾ ഈ മസ്തിഷ്കത്തിൻ്റെ അഗാധ തലങ്ങളിലുള്ള ന്യൂറോൺസ് തുറക്കപ്പെടുകയാണ്. പാരാസൈക്കോളജിയുടെ വേൾഡിൽ വളരെ കാര്യമായിട്ട് കേൾക്കുന്ന 2 പദങ്ങളാണ് OBE, ഔട്ടർ ബോഡി എക്സ്പീരിയൻസ്, അതുപോലെയാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ 2 സംഭവങ്ങൾക്കും പ്രചോദകമായിട്ടും അതുപോലെ തന്നെ ഉപോദ്ബലകമായിട്ടും ധാരാളം എക്സ്പീരിയൻസുകളുണ്ട്, എക്സ്പെരിമെൻസുകളുണ്ട്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ സാറിങ്ങനെ പറയുന്നുണ്ട്, ഡോക്ടർ ഏബൻ അലക്സാണ്ടറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അതുപോലെയാണ് ജിൽ ബോൾട്ടെ ടൈലറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 എക്സാമ്പിളുകളും സാറിൻ്റെ വായിൽ നിന്ന് കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. സാറൊന്ന് പറയാം. സത്യത്തിൽ ശാസ്ത്രലോകത്ത് കോളിളക്കം സംഭവിപ്പിച്ച 2 ഗ്രന്ഥങ്ങളാണ് മൈ സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ് 2008 എഴുതപ്പെട്ട ഗ്രന്ഥം. അത് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഡോക്ടർ ജിൽ ബോൾട്ടെ ടൈലർ, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിരുന്നു. നമഃ ശിവായ. അവരുടെ ഗവേഷണ വിഷയം അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഡയറക്ടറായിരുന്നു. സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ഡ്രഗ്, അതും മസ്തിഷ്കവുമായിട്ടുള്ള ബന്ധം എന്തെന്നുള്ളതായിരുന്നു അവരുടെ ഗവേഷണ വിഷയം. അങ്ങനെ അവരെ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് അവാർഡ് വരെ കൊടുത്ത് യൂണിവേഴ്സിറ്റി അവരെ ആദരിക്കുകയും അവർ അങ്ങനെ അത്രയും വലിയ പൊസിഷനിൽ 37-ാമത്തെ വയസ്സ് നിൽക്കുകയും ചെയ്തു. വളരെ ഹൈലി ക്വാളിഫൈഡ് ന്യൂറോ സയൻറ്റിസ്റ്റാണ്. അവരുടെ ഇടത് മസ്തിഷ്കത്തിന് സ്ട്രോക്ക് ഉണ്ടായി. അവരൊരു ശാസ്ത്രജ്ഞനായിരുന്നുകൊണ്ട് അവർക്കുടനെ അത് മനസ്സിലായി, അത് ഇടത് മസ്തിഷ്കത്തിൻ്റെ സ്ട്രോക്കാണെന്നുള്ളത്. അപ്പോൾ പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ ഇടത് മസ്തിഷ്കത്തിൽ ഇങ്ങനെയുള്ള സ്ട്രോക്ക് സംഭവിച്ചാൽ അവിടെ ഒരു ഞരമ്പ് പൊട്ടുകയും രക്തം ശക്തമായി മറ്റേ ഒഴുകി അവിടെ മുഴുവൻ ഫ്ലഡ് ചെയ്ത് ഇടത് മസ്തിഷ്കം മുഴുവൻ ഫ്ലഡാവും. മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറിനകം പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ മരിക്കും. അതാണ് കണ്ടുവന്നിട്ടുള്ളത്. അതാണ് മൈ സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ്. സത്യത്തിൽ ഇത് OBEയുമായിട്ട് ബന്ധമുള്ളതല്ല. പക്ഷേ ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പഠനം നടത്തിയാൽ മാത്രമേ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് ഡോക്ടർ എബൻ അലക്സാണ്ടർ എന്ന് പറയുന്ന അതേ ഹാർവേഡിൽ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ അനുഭവം, നമുക്ക് NDE അനുഭവം, അത് താൽക്കാലിക മരണാനുഭവം, അത് എന്ന് പറയുന്ന ഔട്ടർ ബോഡി എക്സ്പീരിയൻസിൽ കൂടി താൽക്കാലിക മരണാനുഭവം ഉണ്ടായ കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ജിൽ ബോൾട്ടെ ടൈലറിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ശരിക്കും എന്നെ ആകർഷിച്ചത്. ഇവർക്ക് ഇടത് മസ്തിഷ്കത്തിൻ്റെ സ്ട്രോക്ക് ഉണ്ടായ ഉടനെ അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചു വളരെ കഷ്ടപ്പെട്ട് പറഞ്ഞു, ഇവിടെ വരണം, ഞാൻ അപകടത്തിൽപ്പെട്ടി, ഇങ്ങനെ മസ്തിഷ്ക കൊടുത്തു. അവരുടനെ പെട്ടെന്ന് അമേരിക്കയിൽ അവിടെ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞൊക്കെ കേട്ട് കാണുമല്ലോ. അവർ പെട്ടെന്ന് അവരെ ആശുപത്രിയിലാക്കി. പെട്ടെന്ന് അവരുടെ അതന്നെ ആശുപത്രിയിലെ സംവിധാനം ഉപയോഗിച്ച് ബ്ലഡ് മുഴുവൻ ഡ്രെയിൻ ചെയ്ത് അവരുടെ ത്രെറ്റ് ടു ഹെർ ലൈഫ് വാസ് റിമൂവ്ഡ്. പക്ഷേ അവർക്ക് അവരുടെ ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു. അവരുടെ പേരെന്താണെന്ന് പോലും അവർക്കറിയാൻ മേലായി. അവർ പറയുന്നുണ്ട്, ഞാൻ നിർവ്വാണാവസ്ഥയിലേക്ക് മാറി. എൻ്റെ വലതു മസ്തിഷ്കം മാത്രമായിരുന്നു ആ സമയത്ത് ഫങ്ഷൻ ചെയ്തത്. സത്യത്തിൽ ഇവർക്ക് പിന്നീട് ഈ പുസ്തകം എഴുതുന്നത് 2000 കാലങ്ങളിലാണ് ഈ സ്ട്രോക്ക് ഉണ്ടായത്. 8 വർഷത്തിന് ശേഷം കഠിന പ്രയത്നവും അതിയാതനകളും അവരുടെ മദർ കൂട്ടത്തിൽ നിന്ന് അവരെ പരിചയിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരുടെ വലതു മസ്തിഷ്കത്തിന് ഓർമ്മകളുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ഗ്രന്ഥം എഴുതിയത്. അതിൽ നിന്ന് അവർക്ക് ഇൻസൈറ്റ് കിട്ടി. ആ ഇൻസൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടത് മസ്തിഷ്കത്തിന്
സ്ട്രോക്ക് ഉണ്ടായാൽ ഭാഷാകോശങ്ങൾ നിലംപരിശാവും. അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. അവരാരാണെന്ന് അവർക്കറിയില്ല. അവർക്ക് ലോജിക്കൽ ഡിഡക്ഷൻസ് ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സകല കഴിവുകളും, ബോധ മനസ്സിൻ്റെ സകല കഴിവുകളും അവർക്ക് നഷ്ടപ്പെടും. പിന്നെ എന്താണ്, ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇവർ വലതു മസ്തിഷ്കം നിലകൊള്ളുകയാണ്. പക്ഷേ ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ കൂട്ട് അവരുടെ മസ്തിഷ്കത്തിൽ അവർ നിലകൊള്ളുന്നു, ഞാൻ നിലകൊള്ളുന്നു എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി. പക്ഷേ സ്ട്രോക്ക് നടന്നപ്പോഴത്തേക്ക് ഇവർ കിടന്നേക്കാന്ന് വെച്ച് കിടന്നു തുടങ്ങിയപ്പോൾ അവരുടെ അന്തരാളങ്ങളിൽ നിന്നൊരു ആജ്ഞ വരികയാണ്. നീ ഇപ്പോൾ കിടന്നാൽ ഈ നിമിഷം നീ മരിച്ചു വീഴും, ഇത് നിൻ്റെ അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞൊരു ആജ്ഞ വരിക. അത് വായിച്ചാൽ ആർക്കും മനസ്സിലായി ഈ ആജ്ഞ എവിടുന്ന് വന്നു. സ്വന്തം ആത്മാവിൻ്റെ ആജ്ഞയായിരുന്നത്. അവർ ജീവിച്ചിരുന്ന് ഈ കഥ പറയണം. അങ്ങനെ വലതു മസ്തിഷ്കത്തിൽ നിലകൊണ്ട് 8 വർഷം കൊണ്ട് അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് അവർ മോചനം നേടി. പക്ഷെ അവരൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വലതു മസ്തിഷ്കത്തിൽ നിന്നപ്പോഴത്തേക്കും ഈ സകല പ്രപഞ്ചത്തിൻ്റെയും ഭാഗമാണ് ഞാൻ. ആ പ്രപഞ്ച ഒഴുക്കിലേക്ക് എനിക്കിപ്പം കൂടിച്ചേരണം എന്നുള്ള ശക്തിയായ വാഞ്ച എന്നിലുണ്ടായിരുന്നു. സത്യത്തിൽ മസ്തിഷ്കാഘാതം എന്നെ സംബന്ധിച്ച് ഒരു ക്ലേശമായിരുന്നില്ല. ആ അർത്ഥത്തിൽ എനിക്കതുപോലെയുള്ളൊരു ആനന്ദാവസ്ഥയാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഉപബോധ മനസ്സിൽ അവർ ഇത് മരണാനുഭവവുമായിട്ട് വളരെ സാമ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്ന നമുക്ക് പല കഴിവുകളും ആദ്യം നഷ്ടപ്പെടും. അവസാനം നഷ്ടപ്പെടുന്ന കേൾവി ശക്തിയാണ്. പക്ഷെ അതിനുശേഷം സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് നമ്മുടെ ഉപബോധ മനസ്സുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചാൽ ദേഹവിയോഗം ഉണ്ടായാൽ മരണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു അപസജ്ഞയാണ്. ആരും ആ പദപ്രയോഗം ഉപയോഗിക്കേണ്ട, അത് സത്യത്തിൽ വൊക്കാബുലറിയിൽ നിന്ന് എടുത്തു കളയണം. ഉണ്ടായാൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് സപ്രസ്ഡ് ആകുക. നമുക്ക് സകല കഴിവുകളും നഷ്ടപ്പെടും, മൂവ്മെൻറ്റിനുള്ള കഴിവൊക്കെ. പക്ഷേ വലതു മസ്തിഷ്കത്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ശരീരം നഷ്ടപ്പെട്ടു, പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വലതു മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടു, അത് വളരെ ആക്റ്റീവാണ്. അങ്ങനെ നമ്മൾ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് മരണസമയം. പക്ഷേ ജിൽബർട്ട് ടെയിലിനെ സംബന്ധിച്ച് ഇടതു മസ്തിഷ്കം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അവർക്ക് കംപ്ലീറ്റ് മരണാനുഭവം ഉണ്ടായില്ല. അവർ വലതു മസ്തിഷ്കത്തിൽ നിൽക്കുകയാണ്. സാവകാശം അവരുടെ ഐഡൻറ്റിറ്റി അവർക്ക് വന്നു. ഞാൻ ഇന്നയാളാണ്, ഞാൻ ഹാർവാർഡിലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറാണ്. ഇങ്ങനെ വന്നു. അവരുടെ ഭാഷാകോശങ്ങളൊക്കെ സാവധാനം ഡെവലപ്പ് ചെയ്യാൻ. അതോടൊപ്പം ദേഷ്യം, നെഗറ്റീവ് എക്സ്പ്രഷൻസ് മനസ്സിൻ്റെ ഓരോന്നും വന്ന് ചാടി. ദേഷ്യം വന്നു. പിന്നെ അമ്മയോടൊക്കെ കുപിതയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോന്ന്. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി, ഇവള് രക്ഷപ്പെട്ടല്ലോ, അതുകൊണ്ടാണല്ലോ ദേഷ്യം ഉണ്ടായത്. അവരുടെ ആ നിർവ്വാണാവസ്ഥയിൽ നിന്ന് അവർ പിന്നെ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു, തികച്ചും ഭൗതിക ബോധ ലോകത്തിലേക്ക്. ഇതാണ് മൈ സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ്. മസ്തിഷ്കാഘാതവും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ചയും. ഉൾക്കാഴ്ച എന്താണ്? ഞാൻ പ്രപഞ്ച ഒഴുക്കിൻ്റെ ഭാഗമാണ്. ഡീപ്പ് കോൺഷ്യസ് അതാണ്. പക്ഷെ അവർ ആത്മാവ് അങ്ങനെയുള്ള പദപ്രയോഗമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിർവ്വാണാവസ്ഥ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരൊരു പ്യുവർ സയൻറ്റിസ്റ്റ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ ഒരു ശരിയായിട്ടുള്ള ഒരു അനുഭവം, മരണാനുഭവം, 2 മസ്തിഷ്കവും പോയ ആളുടെ മരണാനുഭവമാണ് സൂക്ഷ്മ. അവിടെയും എനിക്കൊരു ദൈവകത്യായ ഒരു ഗുണം കിട്ടി. ഞാനൊരു ബുക്ക് ഷോപ്പിൽ ചെന്നു, അവിടെ ഇരിക്കുന്നു പ്രൂഫ് ഓഫ് ഹെവൻ ബൈ ഡോക്ടർ എബൻ അലക്സാണ്ടർ. ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ ഉണ്ട്, ഈ എബൻ അലക്സാണ്ടറും ഒരു മസ്തിഷ്ക ശാസ്ത്രജ്ഞനാണ്, ന്യൂറോ സർജനാണ്. ഇവർ ന്യൂറോ ഫിസിഷ്യനായിരുന്നു. ഈ ഡോക്ടർ എബൻ അലക്സാണ്ടർ പ്രൂഫ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ് എഴുതിയ ഒരു പുസ്തകമാണ്. അതും 2012 അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഡോക്ടർ എബൻ അലക്സാണ്ടറുടെ വെബ്സൈറ്റ് ഡോക്ടർ ബ്രിയാൻ ബീസിൻ്റെ കൂട്ടുണ്ട്. ആർക്ക് വേണേലും എബൻ അലക്സാണ്ടറുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അദ്ദേഹം വലിയൊരു മനുഷ്യസ്നേഹിയായിട്ട് മാറി. മെനങ്കൈറ്റിസ് എന്ന് പറഞ്ഞ അതിഭീകരമായ ബ്രെയിൻ
ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അദ്ദേഹത്തിന് പിടിക്കുകയും അദ്ദേഹത്തിന് 2 മസ്തിഷ്കത്തിന് കേടുപാട് സംഭവിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിലനിൽക്കുന്നു തോന്നൽ മാത്രമേ ഉള്ളൂ. ആദ്യം അദ്ദേഹം പറയുന്നത് ഞാൻ എർത്ത്വേംസ് ഐ വ്യൂ എന്നും പറഞ്ഞ ഒരു താഴ്ന്ന പ്രതലത്തിലാണ് എൻ്റെ ബോധം ചെന്ന് നിൽക്കുന്നത്. അവിടെ ചീഞ്ഞ മണവും അങ്ങനെയുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിലായിരുന്നു ഞാൻ. പക്ഷെ സാവധാനം എൻ്റെ ബോധം അവിടെ നിന്ന് പറന്ന് ഉയർന്ന ലോകങ്ങളിലെത്തി ഞാൻ പറക്കുന്ന ജീവികളെയും ഓർബ്സിനെയും തുടർച്ചയായുള്ള മന്ത്രജപവും കേട്ടു ഞാൻ ഹെവനിൽ ചെന്ന് വിട്ടു. ഇത് ജീവിക്കുന്ന ശബ്ദം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഹെവനിൽ ചെന്നപ്പോൾ 2 വ്യക്തികളായിരുന്നു. ഒന്ന് ഹാർവാർഡിലെ ന്യൂറോ സർജനായ ഞാൻ, പല ശാസ്ത്രീയ മെഡിക്കൽ കാര്യങ്ങളും അറിയാവുന്ന ഞാൻ, അതേസമയം ഈ വളരെ വികാസം പ്രാപിച്ച ജീവികളും ചുറ്റുപാട് ബട്ടർഫ്ലൈസിനെ പോലെ പറന്നു നടക്കുന്ന ഏഞ്ചൽ ലൈക്ക് ജീവികളുമായിട്ട് ഞാൻ സംവാദം നടത്തിക്കൊണ്ടു. അവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. ഇത് സ്നേഹത്തിൻ്റെ ലോകമാണ്. ഇങ്ങനെ 2 വ്യക്തികളായിട്ട് ഞാനവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനോടകം ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ ഇദ്ദേഹത്തിന് മരണം ഓൾമോസ്റ്റ് സ്ഥിരീകരിക്കാനായിട്ട് ഉള്ള ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡോക്ടർ എബൻ അലക്സാണ്ടറിൻ്റെ ബന്ധുക്കൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു. അവർ ജീസസ് ക്രൈസ്റ്റിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 5-ാം ദിവസം 6-ാം ദിവസം ഡോക്ടർ എബൻ അലക്സാണ്ടർ തിരിച്ചു വന്നു. ഇതാണ് പ്രൂഫ് ഓഫ് ഹെവൻ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹെവൻ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ ജീവിക്കുന്ന തെളിവ് ഞാനാണ്. എൻ്റെ മുമ്പിൽ ഞാൻ ഇതുവരെ പഠിച്ചിരിക്കുന്ന മെഡിക്കൽ സയൻസ് തകർന്ന് ഒരു പിഞ്ഞാണമുടഞ്ഞതുപോലെ തകർന്ന് താഴെ കിടക്കുകയാണെന്നും പറഞ്ഞ് വളരെ ശക്തമായ ഒരു രചനയാണത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ 5 ദിവസത്തിലുണ്ടായിരുന്ന ഈ മസ്തിഷ്കത്തിന് യാതൊരുവിധ രോഗവുമില്ല. മസ്തിഷ്കത്തിലെ ബാക്ടീരിയ മുഴുവൻ ചത്തു തീർന്നിരിക്കുന്നു. യാതൊരുവിധ കുഴപ്പമില്ലാത്ത അതിനൂതന മസ്തിഷ്കമാണ് ഡോക്ടർ എബൻ അലക്സാണ്ടറിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എബൻ അലക്സാണ്ടർ പറയുന്ന മെനങ്കൈറ്റിസ് വന്നവരെ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. അപൂർവം ചില ആൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അവർക്ക് എന്തെങ്കിലും അഡീഷണൽ അഥവാ രക്ഷപ്പെട്ടാൽ തന്നെ അവർക്ക് അഫ്ലിക്ഷൻസ് ഉണ്ടാവും. അവരുടെ ജീവിതകാലം മുഴുവൻ കിടപ്പ് രോഗിയായിട്ട് തുടരും. ഞാൻ എല്ലാവരോടും ഈ കഥ പറയാനായിട്ട് അദ്ദേഹം ദൈവത്തിനെ കണ്ട പോലെ പറയുന്നു. ദൈവം പോലെ ഒരു വളരെ ദിവ്യമായ ജീവി എന്നോട് സ്നേഹപൂർവ്വം പെരുമാറുകയും അതുപോലെ എനിക്ക് ഒത്തിരി സ്നേഹം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് എബൻ അലക്സാണ്ടർ. അങ്ങനെ ധാരാളം AWH അറ്റ്വാട്ടറിൻ്റെ കഥ ഞാൻ അടുത്ത പുസ്തകത്തിലാണ് കൊണ്ടുവരുന്നത്. അവർക്ക് 3 തവണയാണ് മരണം സംഭവിച്ചത്. അവരെ യുണൈറ്റഡ് നേഷൻസ് വിളിച്ച് ആദരിച്ചു. കാരണം അതുപോലെയുള്ള തിക്തക ജീവിതാനുഭവങ്ങളിലാണ് അറ്റ്വാട്ടർ പോയത്. എൻ്റെ ഈ അനുഭവങ്ങൾ നമുക്ക് ധാരാളം കിട്ടും, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുകയാണ്. എന്നാൽ പൊതുവായ അനുഭവങ്ങൾ പലർക്കും ഉണ്ട്, പിന്നെ മറ്റു പലർക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഡോക്ടർ എബൻ അലക്സാണ്ടറിനുണ്ടായത് ഒരേ സമയം താൽക്കാലിക മരണവും ഔട്ടർ ബോഡി എക്സ്പീരിയൻസും. ചിലർക്ക് ഇപ്പോൾ യോഗശാസ്ത്രത്തിൽ ഇപ്പോൾ ശ്രീയം അതിന് തൻ്റെ ഔട്ടർ ബോഡി എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു യൂട്യൂബ് പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട്. അവർ നിയന്ത്രിതമായ രീതിയിലുള്ള ഒരു യോഗി വര്യൻ്റെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ കൺട്രോളോടുകൂടി OBE നടത്തിയിട്ടുള്ളതാണ്. ഓഷോയ്ക്ക് OBE ഉണ്ടായിരുന്നു. OBE ഉണ്ടാകുന്നവരുടനെ അവർക്കൊക്കെ ഒരു ആത്മീയമായ കൺവേർഷനാണ് ഉണ്ടാകുന്നത്. അതാണ് അരബിന്ദോ പറഞ്ഞത്, the spirit shall display its face through matter and the matter shall reveal spirit's face. അതിലൊന്നു മാത്രമാണ് ഈ OBE. The spirit displays itself through matter. മനുഷ്യ ശരീരത്തിൽ നിന്ന് മനസ്സ് സ്പിരിറ്റിൻ്റെ ഒരു ഭാഗമാണ്. സൂക്ഷ്മ ശരീരം ഡിസ്പ്ലേസ് എങ്ങനെ
ശരീരം വിട്ട് യാത്ര ചെയ്യും. ദ മാറ്റർ ഷാൽ റിവീൽ സ്പിരിറ്റ്സ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമ പ്രക്രിയയിൽ കൂടെ വന്ന മനുഷ്യൻ എന്നുള്ള ആ ഫേസ്, ദ സ്പിരിറ്റ് ഷോസ് ഇറ്റ്സ് ഫേസ് ത്രൂ മാറ്റർ. സത്യത്തിൽ നമ്മളൊക്കെ ദ്രവ്യമായിരുന്നു. ആ ദ്രവ്യത്തിന് ജീവൻ വച്ച് അനേകം എവല്യൂഷണറി പ്രോസസ്സിൽ കൂടെ പൊലിച്ചാടിയായിട്ടും അങ്ങനെ പല പല വന്ന് മൃഗമാർജാര വംശത്തിൽ കൂടെ കടന്നു വന്നവരാണ് നാം എന്ന മനുഷ്യർ. ദ സ്പിരിറ്റ് ഹാസ് fully displayed its face through matter. അരബിന്ദോയുടെ ഭയങ്കര ഡെപ്തുള്ള ഒരു സേയിങ് ആണ്. അത് ലൈഫ് ഡിവൈനിലോ പറ്റിയാണ്. സ്വയം തിരിച്ചറിയുന്ന യൂണിവേഴ്സാണ് ഞാൻ നിലനിൽക്കുന്നത്. അതെന്താണ്? കോൺഷ്യസ്നെസ്സിൻ്റെ വൈബ്രേഷനാണ്. അത് തന്നെയാണ് വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമുള്ള ഇൻഫർമേഷനുള്ളൊരു ഫീൽഡാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അപ്പം കിട്ടിയില്ലേ? അപ്പം ഇതിനകത്തെ ഹോളോഗ്രാഫിക് തത്വം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിരവധി പ്രപഞ്ചങ്ങളുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ ഈ ശരീരത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റിൽ അതുണ്ട്. അപ്പം അങ്ങനെ വിവിധ സാഹചര്യ തെളിവുകൾ വച്ച് നോക്കുമ്പോൾ ഈ വിശ്വം എന്ന് പറയുന്നതിനെ മൾട്ടിവേഴ്സ് എന്ന് പറയാനാണ് അവരിഷ്ടപ്പെടുന്നത്. അപ്പോൾ മൾട്ടിവേഴ്സ് എല്ലാം തുടങ്ങിയത് വോയിഡിൽ നിന്നാണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു ശൂന്യാവസ്ഥ. പക്ഷെ സത്യത്തിൽ അതൊരു ആപേക്ഷിക ശൂന്യതയാണ്, ആബ്സല്യൂട്ട് ശൂന്യതയല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന പുസ്തകം വായിച്ച് ഉണ്ടാകുന്ന ഒരു കൗതുകം നമ്മൾ സാഹിത്യത്തിൽ കേട്ടിട്ടുള്ളതാണ്. അതേപോലെ ബ്രയാൻ വെയ്സിൻ്റെ 2 പുസ്തകങ്ങളുടെ മലയാള പരിഭാഷ വായിച്ചുണ്ടായ അത്ഭുതം, ആ അത്ഭുതത്തിനേക്കാൾ എത്രയോ കൂടുതലായിരുന്നു പിന്നീട് കാത്തിരുന്ന ഏറ്റവും വലിയൊരു മിറാക്കിൾ എന്ന് പറയുന്നത്. സാറിൻ്റെ ഏറ്റവും ഫേമസ് ആകേണ്ട ഒരു പുസ്തകം ആണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. അപ്പോൾ ഇതിൽ നവീന ശാസ്ത്രവും വേദീയ ആത്മീയതയും തമ്മിലുള്ളൊരു റെയർ കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും ഈ ഒരു പുസ്തകം കിട്ടിയതിന് ശേഷം ഇത് വായിച്ച് തീർക്കുന്നതിന് മുമ്പ് സാറിനെ കാണണമെന്നും സാറിനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് എത്രയും പെട്ടെന്ന് സാറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ നേടി ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ ശരിക്കും നമ്മൾ ലോകം മുഴുവൻ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇതിൻ്റെ മലയാളം നമുക്കിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷ് പുസ്തകം ഉടൻ തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഭാരതീയ ആത്മീയതയും അതുപോലെ തന്നെ മോഡേൺ സയൻസും തമ്മിൽ കൈകോർക്കുന്നതാണ്. അല്ലെങ്കിൽ മോഡേൺ സയൻസിൽ എപ്രകാരത്തിലാണ് ആധുനികമായിട്ട് പറയുന്ന കാഴ്ചപ്പാടുകളിൽ ഭാരതീയ വേദാന്തത്തിൻ്റെ സ്പർശങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള പാരസ്പര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇനി ചെറിയൊരു കാര്യം പറയുന്നത്, ഭാരതീയ സങ്കല്പത്തിൽ സാധാരണയായിട്ട് ബിന്ദു ക്ഷണം ഈ 2 കോൺസെപ്റ്റുകൾ പറയാറുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളും യഥാർത്ഥത്തിൽ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാണ്. എല്ലാ സമയവും യഥാർത്ഥത്തിൽ ഒരൊറ്റ ക്ഷണത്തിൽ മാത്രമാണ്. നമ്മുടെ ജീവിതം നോക്കി അറിയാം, ശരിക്കും പറഞ്ഞൊരു ഓസിലേറ്റിംഗ് പെൻഡുലം പോലെയാണ് നമ്മുടേത്, പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരൊറ്റ നിമിഷം മാത്രമാണ്, അല്ലെങ്കിൽ ഒരൊറ്റ ക്ഷണം മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ്റ്റൻഷൻസ് ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ കോമ്പസ് തിയറി ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന പോലെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നു, പല കാലങ്ങളിലേക്കും പല ദേശങ്ങളിലേക്കും വികരിച്ചിട്ട് ഏറ്റവും ഒടുവിൽ അത് സെൻട്രൽ പോയിന്റിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു ഭാരതീയ ആത്മീയ തത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു വേദാന്തിക് പ്രിൻസിപ്പിളുണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഹോളോഗ്രാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു തിയറിയുണ്ട്. ആ തിയറി നന്നായിട്ട് വിശദീകരിക്കുമ്പോൾ അതിലെവിടെയെങ്കിലും ഈ പറയുന്ന ഭാരതീയ വേദാന്തത്തിൻ്റെ ഒരു സ്പർശം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം. ഞാൻ പറഞ്ഞു, ഇത് വിശദീകരിക്കാനൊക്കെ അത്രയൊരു എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല, അത്രയൊരു കോമ്പിറ്റൻസ് എനിക്കുണ്ടോയെന്നും അറിയില്ല. എന്നിരുന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ ഹോളോഗ്രാഫിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പം ഞാൻ മുമ്പത്തെ ഒരു ഡിസ്കഷനിൽ നമ്മൾ മൈക്രോകോസം മാക്രോകോസം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ ഇഫ് യു റിമെമ്പർ, ഞാൻ പറയുകയുണ്ടായി, ഒരു പഞ്ചകോശ തത്വം എടുത്താൽ അത് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഉള്ളിലുള്ള കോറിലുള്ള ഈ ഫോട്ടോണിസിറ്റി ഇൻ മാൻ, അതാണ് പുറത്തേക്ക് വ്യാപിക്കാൻ
തയ്യാറായി നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറത്ത് പല ലേയേഴ്സുണ്ട്. ആ ലേയേഴ്സിൻ്റെ സാന്ദ്രതയനുസരിച്ച് അതിന് റെസിസ്റ്റൻസ് വരും. അപ്പോൾ ഇത് മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതേ കാര്യം നമ്മൾ ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കും. ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, 3 ഡയമെൻഷനിൽ നിന്ന് 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ സങ്കേതമാണ് സത്യത്തിൽ. പക്ഷേ അതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് ഈ മൈക്രോകോസം മാക്രോകോസവുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. മൈക്രോകോസം ഈസ് ദ ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദ മാക്രോകോസം. ദാറ്റ് സിംപ്ലി മീൻസ് അനേകം ഡയമെൻഷനുകളുള്ള അനേകം പരിമാണങ്ങളുള്ള ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റാണ് മനുഷ്യ ശരീരം എന്ന് പറയും. ആ മനുഷ്യ ശരീരത്തിൽ എത്ര തലങ്ങളുണ്ട്? 5 ഊർജ്ജ തലങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ. അതാണ് അവിടുത്തെ ആ ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിൾ. പക്ഷേ ഒരു വിമർശകന് ഉടനെ ചോദിക്കാൻ നോക്കും, അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ഹോൾ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കാം. ക്വാസാഴ്സ്, ഗാലക്സിയൊക്കെ കാണിച്ചു തരാൻ പറ്റും. പക്ഷേ സത്യത്തിൽ ഈ സെൻ മെഡിറ്റേഷനിൽ അവർ ആ മെഡിറ്റേഷൻ്റെ തീവ്രതയാർന്ന സ്റ്റേജിലെത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന സകലവിധ പ്രപഞ്ച സ്ട്രക്ചറും അവരുടെ ബ്രെയിനിൽ തെളിഞ്ഞു വരുന്നുണ്ടെന്ന് ഒന്നടങ്കം അവർ പറയുന്നുണ്ട്. പക്ഷേ ഒരു ശാസ്ത്രീയമായ പോയിൻ്റ് ഓഫ് വ്യൂ കൂടെ നോക്കുമ്പോൾ അതിന് നമുക്ക് യാതൊരു തെളിവുകളും പറയാൻ പറ്റില്ല. കാരണം അതൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും മനുഷ്യനിൽ പ്രപഞ്ചത്തിൻ്റെ വിവിധ പരിമാണങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു വ്യവസ്ഥ സംവിധാനമുണ്ട് നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിൽ എന്നുള്ളതാണ്. മനുഷ്യ മസ്തിഷ്കവും മനുഷ്യ മനസ്സും എന്ന് പറയുന്നത് രണ്ടും അന്യോന്യം പൂരിതമായ ഒരു വ്യവസ്ഥാ സങ്കേതമാണ്. അപ്പോൾ മരണമുണ്ടായി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ്, മനസ്സിന് ശരീരം വിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു സിസ്റ്റവും നമ്മുടെ ശരീരത്തിലല്ല, ഒരു സിസ്റ്റവും പെർഫെക്റ്റ് അല്ല. ഇതിന് ക്വാണ്ടം ഇംപെർഫെക്ഷൻസ് എന്നൊരു ഒരു പദപ്രയോഗം പോലും ഉണ്ട്. അതായത് ഒരു സിസ്റ്റം പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് മനുഷ്യ മനസ്സ് ശരീരം വിട്ട് പുറത്തേക്ക് യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രവണത എല്ലാവരും തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അത് പറയുമ്പോഴത്തേക്കും നമ്മൾ OBE പറഞ്ഞു. അപ്പോൾ ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും എപ്രകാരം പ്രപഞ്ചം ഒരു ബിന്ദുവിൽ നിന്ന് തുടങ്ങി, അപ്പോൾ ബിഗ് ബാങ് മഹാസ്ഫോടന സിദ്ധാന്തം വെച്ച് ഒരു ബിന്ദുവിൽ നിന്ന് പ്രപഞ്ചവ്യാപനം തുടങ്ങി ടെമ്പറേച്ചർ കുറഞ്ഞു വന്ന് ഒരു പ്രത്യേക വർഷം, അതായത് 3 ലക്ഷം വർഷമാണെന്നാണ് അവർ പറയുന്നത്. 3 ലക്ഷം വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ടെമ്പറേച്ചർ വളരെ കുറഞ്ഞു. പിന്നെ സാവധാനം പ്രപഞ്ചം വളർന്ന് വികസിക്കുകയാണ് ചെയ്തത്. പക്ഷെ വേറൊരു തിയറി അവരിപ്പോൾ പറയുന്നത്, ഇത്തരത്തിലുള്ള പ്രപഞ്ചത്തിന് മുമ്പും അതേ പോയിന്റിൽ വേറൊരു പ്രപഞ്ചമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൃക്ഷം വളരുന്ന പോലെയാണ്. ഒരു വൃക്ഷം വളർന്നു, അതിൻ്റെ സീഡിൽ നിന്ന് വേറൊരു വൃക്ഷം ഉണ്ടാകും. ആ തത്വം വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രപഞ്ചത്തിന് മുമ്പ് ഒരു പ്രപഞ്ചം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ അനാദികാലം എന്ന് പോലും പറയില്ല, കാലം തുടങ്ങിയ കാലത്ത് പ്രപഞ്ചം ഉത്ഭവിച്ച സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു ചെന്നിട്ട് ഏതാനും കാലഘട്ടത്തിന് ശേഷം പിന്നീട് അവിടെ നിന്ന് വേറൊരു പ്രപഞ്ചം പൊന്തി വരികയാണ് വ്യത്യസ്ത നിയമങ്ങളുമായിട്ട്. അങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ ഒരു വ്യത്യസ്ത ശാസ്ത്ര നിയമങ്ങളായിരിക്കാം ഒരു പക്ഷേ സംഭവിക്കുന്നത്. ഇതൊക്കെ തിയറീസാണ്, സയൻറ്റിഫിക് അഭ്യൂഹങ്ങളാണ്. പക്ഷെ അതങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഹോളോഗ്രാഫിയിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഇവല്യൂഷണറി പ്രോസസ് ഓഫ് ദ കോസ്മോസ്, യൂണിവേഴ്സല്ല ഞാൻ പറയുന്നത്, കോസ്മോസ് തുടങ്ങിയത് ഉയർന്ന പരിമാണങ്ങളുള്ള ലോകങ്ങളെ ആദ്യം സൃഷ്ടിക്കുകയും അങ്ങനെ താന്നു വന്ന്
അഞ്ചാമത്തെ പരിമാണവും പിന്നെ നാലാമത്തെ പരിമാണവും വന്ന് പ്രപഞ്ചം അവിടെ വന്ന് നിൽക്കുകയാണ് വിഷ്വൽ പ്രപഞ്ചമായിട്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതെല്ലാം എനർജിയുടെ ഡിസ്പ്ലേ ആണ്. എനർജിക്ക് പല രീതിയിലുള്ള പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് എടുക്കാൻ പറ്റും. അത് വിവിധ പരിമാണങ്ങളിൽ കൂടി ആയി കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന അദൃശ്യ ലോകങ്ങളാണ് ആദ്യം നിർമ്മിക്കപ്പെട്ടത്. അതാണ് ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡയമെൻഷൻ എന്ന് പറയുന്നതായിരിക്കും കൃത്യം. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് നിർമ്മിച്ചതിന് ശേഷമാണ് നിലവിലെ പ്രപഞ്ചം വന്നത് എന്ന് പറയുന്നത്. ഇത് കോൺഷ്യസ്നെസ്സിൻ്റെ വൈബ്രേഷനാണിത്. കോൺഷ്യസ്നസ് എന്ന് പറയുന്ന പ്രപഞ്ചബോധം, നമ്മൾ പറയുന്ന എന്താണ് സദ്ഗുണ ബ്രഹ്മൻ, സദ്ഗുണബ്രഹ്മൻ, ദൈവം എന്ന് പറയുന്നത്, അതിൻ്റെ സ്പന്ദനത്തിൽ കൂടിയാണ് ഓരോ പ്രപഞ്ചവും ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്. അതെല്ലാം അന്യോന്യം ബന്ധിച്ച് കിടക്കുക. ഇത് വേവ് കൊളാപ്സുമായിട്ട് ബന്ധമുണ്ട്. ഇതാണ് അമൃത് ഗോസ്വാമി എഴുതിയ പുസ്തകത്തിൻ്റെ ഒരു പേരുണ്ട്. അത് ഞാനിപ്പം ഒന്ന് പറയാം, ഇപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടത്. അതിൻ്റെ പേര് സെൽഫ് അവെയർ യൂണിവേഴ്സ് എന്നാണ്. സെൽഫ് അവെയർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വയം അവനവനെ തിരിച്ചറിയുന്ന ഒരു പ്രപഞ്ചമായിട്ട് ഇങ്ങോട്ട് വേവ് കൊളാപ്സ് വഴി, കോൺഷ്യസ്നെസ്സിൻ്റെ വേവ് കൊളാപ്സ് വഴി ദൃശ്യപ്രപഞ്ചം ഉണ്ടായി എന്നുള്ളത്. ഇതേ കാര്യം തന്നെയാണ് ഡോക്ടർ ജോൺ വീലറിൻ്റെ, അദ്ദേഹം വലിയ ക്വാണ്ടം സൈദ്ധാന്തികനായിരുന്നു, പാർട്ടിസിപ്പേറ്ററി യൂണിവേഴ്സ് എന്നും പറയുന്നു. അപ്പോൾ ഇത് അവസാനം ഇതൊക്കെ പറഞ്ഞാലേ നമ്മളൊക്കെ ബന്ധപ്പെടുത്തി പറയാൻ പറ്റുള്ളൂ. പാർട്ടിസിപ്പേറ്ററി യൂണിവേഴ്സ്. ഇതേ കാര്യം തന്നെയാണ് ഡോക്ടർ ഡീൻ റാഡിൻ പറഞ്ഞ ദ കോൺഷ്യസ് യൂണിവേഴ്സ്. ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. മനസ്സിലായി? അപ്പം മുമ്പേ പറഞ്ഞ അമിത് ഗോസ്വാമിയുടെ ഈ പറയുന്ന സെൽഫ് അവെയർ യൂണിവേഴ്സ് സ്വയം തിരിച്ചറിയുന്ന യൂണിവേഴ്സാണ് ഞാൻ നിലനിൽക്കുന്നത്. അതെന്താണ്? കോൺഷ്യസ്നെസ്സിൻ്റെ വൈബ്രേഷനാണ്. അത് തന്നെയാണ് വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമുള്ള ഇൻഫർമേഷനുള്ളൊരു ഫീൽഡാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അപ്പം കിട്ടിയില്ലേ? അപ്പം ഇതിനകത്തെ ഹോളോഗ്രാഫിക് തത്വം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിരവധി പ്രപഞ്ചങ്ങളുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ ഈ ശരീരത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റിൽ അതുണ്ട്. അപ്പം അങ്ങനെ വിവിധ സാഹചര്യ തെളിവുകൾ വച്ച് നോക്കുമ്പോൾ ഈ വിശ്വം എന്ന് പറയുന്നതിനെ മൾട്ടിവേഴ്സ് എന്ന് പറയാനാണ് അവരിഷ്ടപ്പെടുന്നത്. അപ്പോൾ മൾട്ടിവേഴ്സ് എല്ലാം തുടങ്ങിയത് വോയിഡിൽ നിന്നാണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു ശൂന്യാവസ്ഥ. പക്ഷെ സത്യത്തിൽ അതൊരു ആപേക്ഷിക ശൂന്യതയാണ്, ആബ്സല്യൂട്ട് ശൂന്യതയല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വോയിഡിൽ എന്തും പ്രൊഡ്യൂസ് ചെയ്യും വെർച്വൽ ആൻറ്റി പാർട്ടിക്കിൾസ്. ഇതാണ് അതിനകത്തെ സംഭവം. പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. വോയിഡിൽ നിന്ന് പാർട്ടിക്കിൾസ് ഉണ്ടാക്കിയ ധാരാളം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അനന്തം അജ്ഞാതം അവർണ്ണനീയമായി കിടക്കുന്ന ഈ ഒരു ഫീൽഡിൽ നിന്ന്, ഈ വോയിഡ് ഫീൽഡിൽ നിന്ന് വെർച്വൽ ആൻറ്റി പാർട്ടിക്കിൾസ് സമമിതി ഇല്ലാതെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ഫിസിക്സ് തത്വങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിമ്മട്രി ആയിരിക്കണം ഈ പറയുന്ന വെർച്വൽ ആൻറ്റി വെർച്വൽ പാർട്ടിക്കിൾസ്. അതിനൊരു ഗണിതശാസ്ത്ര മോഡലുണ്ട്. അതിലവർ പറയുന്നത് 10⁻⁻23 സെക്കൻഡാണ് അതിനകത്തെ സമയം പറയുന്നത്. അതിനകത്തെ സമയം പറയുന്നുണ്ട് എനർജി. ഈ വെർച്വൽ പാർട്ടിക്കിളിൻ്റെ എനർജി വേറൊരു നമ്പറാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെയുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്ലാങ്ക് കോൺസ്റ്റന്റിനെ 4π കൊണ്ട് ഡിവൈഡ് ചെയ്താലായിട്ടുള്ള ഒരു നമ്പറാണ്. അതിനെക്കുറിച്ച് അധികം ആലോചിക്കേണ്ട. ഇത്രയേ ഉള്ളൂ കാര്യം. നിമിഷത്തിൻ്റെ അനേക ലക്ഷത്തിൽ, അനേകം കോടിയിൽ ഒരംശത്തിൽ ഒരു ചെറിയ വെർച്വൽ പാർട്ടിക്കിൾസ് ഇങ്ങോട്ട് വന്നാൽ അതേ സമയം തന്നെ അതങ്ങ് ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നത്, അവർ പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ 10⁸ പാർട്ടിക്കിൾസ് ഉണ്ടായി കഴിയുമ്പോൾ 10⁸ എന്തുണ്ടാകണം? ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ടാകണം. അത് ഡിസപ്പിയർ ആണ്. അപ്പോൾ ഒന്നുമില്ല, ആ വെർച്വൽ ലോകത്തിൽ ഒന്നുമില്ല. അപ്പോൾ ഒരു പാർട്ടിക്കിൾ അവിടെ മിച്ചം കിടക്കും.
അവിടെയാണ് സമമിതിയില്ലാത്തത്. ഈ പരീക്ഷണം ആവർത്തിച്ച് പല രീതിയിൽ അവർ ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ വാക്യത്തിൽ നിന്ന് അവർ മാറ്റർ പ്രൊഡ്യൂസ് ചെയ്തു. ഈ വെർച്വൽ പാർട്ടിക്കിൾ കുറേ നാൾ നിലനിന്നാൽ അത് റിയൽ പാർട്ടിക്കിൾസായിട്ട് മാറും. അത് വെർച്വൽ പാർട്ടിക്കിളിൻ്റെ ഒരു സ്വഭാവമാണ്. പിന്നീട് അർത്ഥതർപ്പണ സംവിധാനമൊക്കെ ഉപയോഗിച്ച് അവരത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ഇൻഫൈനൈറ്റ് ടൈമിൽ ഓരോ 10⁸ പാർട്ടിക്കിൾസ് ഉണ്ടായപ്പോൾ ഒരു പാർട്ടിക്കിൾ വെച്ച് ഉണ്ടായി ചുരുക്കം പറഞ്ഞാൽ മാസ് അങ്ങ് കുന്നുകൂടി. അങ്ങനെ കുന്നുകൂടിയ മാസാണ് ഒരു പ്രപഞ്ചത്തിന് കാരണം. ആ പ്രപഞ്ചത്തിൽ നിശ്ചിത നമ്പറുകളനുസരിച്ചുള്ള കോമ്പിനേഷൻ വന്നാൽ മാത്രമേ അതിൽ ജീവൻ്റെ വിത്ത് പാകുകയുള്ളൂ. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ ബീജത്തിന് ഇത്ര നമ്പർ ഉണ്ടായിരിക്കണം, സൈഗോട്ടിന് ഇത്ര ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ കുട്ടി ജനിക്കുകയുള്ളൂ. മനസ്സിലായില്ല? ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജൈവവസ്തുക്കളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം വേദാന്തികൾ പറഞ്ഞിരിക്കുന്നതും ഇതിന് സമാനമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സകല ജന്മാന്തരങ്ങളിലും ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ ഇൻഫർമേഷൻ ആ ഡിവൈൻ ഫോട്ടോണിസിറ്റിക്ക് ഉണ്ട് എന്ന് നമ്മളിലൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഇൻഫർമേഷൻ എപ്പോഴാണ് പുറത്തേക്ക് വരിക? അനവധി ജന്മങ്ങൾ കഴിഞ്ഞ് നമ്മൾ പാഠങ്ങൾ പഠിച്ച് ഹൃദയം കൊണ്ട് പാഠങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ അതിനൊരു കംപ്ലീഷൻ വരും. മസ്തിഷ്കം കൊണ്ട് പാഠം പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അനുഭവത്തിൽ കൂടി പഠിക്കാന്ന് പറയുള്ളൂ. കാക്ക കണ്ടുപഠിക്കും, നായ കൊണ്ടുപഠിച്ച് കഴിയുമ്പോഴാണ് ഈ ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു അവയർനെസ്, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആൻഡ് വെർച്വൽ ഫീൽഡ്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, അങ്ങനെ പാഠം പഠിച്ചു കഴിയുമ്പോഴാണ് റിലീസ്ഡ് ആകുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ ബീജത്തിന് ഇത്ര നമ്പർ ഉണ്ടായിരിക്കണം, സൈഗോട്ടിന് ഇത്ര ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ കുട്ടി ജനിക്കുകയുള്ളൂ. മനസ്സിലായില്ല? ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജൈവവസ്തുക്കളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം വേദാന്തികൾ പറഞ്ഞിരിക്കുന്നതും ഇതിന് സമാനമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അന്ന് ആബ്സല്യൂട്ട് വാക്യത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമേ നമുക്ക് പിന്നെ ഈ ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആബ്സല്യൂട്ട് വാക്യത്തിനെ ശിവ എന്നാണ് പറയുന്നത്, ഡാർക്ക്നെസ് എന്നാണ് പറയുന്നത്, തമസ്സാണത്. അതാണ് നിർഗുണ ബ്രഹ്മൻ. അത് ഞാൻ മുമ്പത്തെ ചർച്ചയിലൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ പറയുന്ന തമസ്സിൽ നിന്ന് നാരായണവും ഉപനിഷത്ത് അതാണ് പറയുന്നത്, എനിക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ഭൂരിഭാഗവും നിലനിർത്തിക്കൊണ്ട് ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്തു. ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്ത് മൂവ്മെൻറ്റ് തുടങ്ങി. ആ മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും സംഗതികളാകെ വ്യത്യാസപ്പെട്ടു. സൃഷ്ടി തുടങ്ങി. ആ സൃഷ്ടിയിലാണ് ഈ പറയുന്ന വെർച്വൽ ആൻറ്റി പാർട്ടിക്കിൾ, അത് ഒരു വാക്യൂം ഫീൽഡാണ്, റിലേറ്റീവ് വാക്യൂം ഫീൽഡാണ് ഇങ്ങനെ വന്നത്. ഇതാണ് ദ പാർട്ടിസിപ്പേറ്ററി വേൾഡ്, സെൽഫ് അവെയർ യൂണിവേഴ്സ്, കോൺഷ്യസ് യൂണിവേഴ്സ് എന്ന് വിവിധ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിൽ ഈ ജോൺ വീലറിൻ്റെ മോഡൽ വളരെ അർഹിക്കുന്നതാണ്. വീലർ തന്നെ അതിനൊരു ഡയഗ്രാം വരച്ചു. അതായത് ഒരു സൈക്കിൾ ചാക്രിക ഡയഗ്രാമാണ് വരച്ചത്. അതിൽ ഒരു വശത്തൂടെ പ്രപഞ്ച നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു ഉദ്ദേശം എത്ര 1500 കോടി, അതായത് 1400 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ ദൃശ്യപ്രപഞ്ചം ഉണ്ടായതെന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ 1000 കോടി വർഷങ്ങൾ, അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ 950 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വൈറസും ഇത് പറഞ്ഞ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായി. ഈ വൈറസും യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ടായതിനു ശേഷം ഭൗതിക പരിണാമവും ജൈവ പരിണാമവും ഇത് ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പ്രപഞ്ചം വളർന്ന് വികസിച്ച് ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ അവരുടെ കമ്പ്യൂട്ടർ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഒരു ബെൽ ഷേപ്പ്ഡാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതെ, അത് മറ്റു പ്രപഞ്ചങ്ങളുമായിട്ട് കണക്ക് കൂട്ടി കഴിയുമ്പോൾ പറയുകയാണെങ്കിൽ ഒരു താമരക്കുളം സങ്കല്പിക്കുക. അതിൽ ഒരു താമര മാത്രം വിടർന്ന് നിൽക്കുന്നു. ആ വിടർന്ന് നിൽക്കുന്ന താമരയാണ് നമ്മുടെ പ്രപഞ്ചം. അതിൽ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ അത്
ഈ പറയുന്ന 950 കോടി വർഷങ്ങൾ ആ പ്രപഞ്ചത്തിൽ നിന്ന് മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കാൻ നോക്കി. അതാണ് വീലർ ഡയഗ്രാമിൽ ഒരു കണ്ണ് വരച്ചു വെച്ചു വീലർ. എനിക്ക് തോന്നുന്നത് വീലർ തന്നെയാണത്. അതോ ഇനി തിയോസഫി സാഹിത്യ ലിറ്ററേച്ചറിൽ വന്നതാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പുസ്തകത്തിൽ ഞാനൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാനത് ഓർക്കുന്നില്ല എവിടെയാണ് അതിൻ്റെ എക്സാക്ട് സോഴ്സ് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ അടി കൊടുത്തു കാണും ഞാൻ സോഴ്സ്. അപ്പം അതിനകത്തൊരു കണ്ണ് വരച്ചു വെച്ചു. ആ കണ്ണ് സ്വയം വീക്ഷിച്ച് മനസ്സിലാക്കുന്ന സെൽഫ് അവെയർ യൂണിവേഴ്സാണ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി യൂണിവേഴ്സാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, ഞാൻ ദൃഷ്ടിപ്പെടുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്ങും കൂടെ. ഇനി ഈ മനുഷ്യപരിണാമം ആത്മീയ പരിണാമത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇപ്പോൾ നിലവിൽ 800 കോടി ജനങ്ങളുണ്ട് ഭൂമിയിൽ. അതിൽ വളരെ ചെറിയ ശതമാനം ആൾക്കാർ 0.0001% ആയിരിക്കാം എൻലൈറ്റൻഡ് ആയിട്ട് അതിബോധാവസ്ഥയിൽ വരുന്നത്. അവർ ഈ തിരിച്ച് ഉള്ള യാത്രയെ ഇൻവല്യൂഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഈ പറയുന്ന ഇൻഫൈനൈറ്റ് ഫീൽഡ് ഓഫ് കോൺഷ്യസ്നെസ് ലയിച്ചു ചേരും. പക്ഷേ ഇത് വളരെ അപ്പോൾ ഒരു തടാകം സങ്കല്പിച്ചാൽ ആ തടാകത്തിലെ ഒരു തുള്ളി ജലം ബാഷ്പമായിട്ട് ആകാശത്തിലേക്ക് പോകുന്നു, അത്ര മാത്രം. പിന്നെയും തടാകം അവിടെ കിടക്കുകയാണ്. ആ തടാകത്തിലാകട്ടെ നിരവധി ഭൗതിക വസ്തുക്കളുണ്ട്, അഭൗതിക വസ്തുക്കളുണ്ട്, ഇല്ലേ? അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അഭൗതിക വസ്തുക്കളെ മാറ്റി നിർത്താം. ഭൗതിക വസ്തുക്കളുണ്ട്, ചരാചരങ്ങളുണ്ട്, ചരങ്ങളായവയും അചരങ്ങളായവയും ഉണ്ട്. ഇത് മുഴുവൻ ഈ പറയുന്ന ഇവല്യൂഷണറി പ്രോസസ്സ് കടന്നുപോയി സകല കണങ്ങളും ഇവയിലെല്ലാം കോൺഷ്യസ്നെസ് ഉണ്ട്. ഈ പാറക്കല്ലിലും കോൺഷ്യസ്നെസ് ഉണ്ട്. പക്ഷെ പാറക്കല്ല് ഒരു നാൾ പൊടിയും. ആ പൊടിഞ്ഞ പാറക്കല്ല് വൃക്ഷം ഭക്ഷണമാക്കും. ആ വൃക്ഷത്തിലേക്ക് ആ കോൺഷ്യസ്നെസ് കറിയും. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സെൽഫ് ഇവോൾവിങ് സിസ്റ്റമാണ്. സെൽഫ് ഇവോൾവിങ് സിസ്റ്റം. അങ്ങനെ അത് കയറി മനുഷ്യനായി പിന്നീട് ലയിച്ചു ചേരും. അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അവസാനമായി. ഇതാണ് വേദാന്ത തത്വം പറയുന്നത്. പക്ഷെ ശാസ്ത്രം അത്രയൊന്നും പോയിട്ടില്ല. ശാസ്ത്രം പറയുന്നത് ഈ പ്രപഞ്ചം ഇൻഫ്ലേഷണറി യൂണിവേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഹോക്കിംഗ് സിദ്ധാന്തം പ്രകാരം പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ മൊത്തം ബ്ലാക്ക് ഹോൾ ഉണ്ടാകുമെന്നാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് നക്ഷത്ര പ്രേതങ്ങളായിട്ട് മാറും. നക്ഷത്രത്തിൽ സകല ഇന്ധനവും തീർന്നു കഴിയുമ്പോൾ ഹൈഡ്രജൻ ഹീലിയം കൺവേർഷനാണ് നടക്കുന്നത്. ഇന്ധനം തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ബ്ലാക്ക് ഹോളായിട്ട് മാറും. ബ്ലാക്ക് ഹോളായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും ചന്ദ്രശേഖർ ലിമിറ്റ് ഉണ്ട്. അതെനിക്ക് മനസ്സിലായില്ല. സ്റ്റീഫൻ ഹോക്കിങ്സ് അങ്ങനെ പറഞ്ഞാൽ ചന്ദ്രശേഖർ ലിമിറ്റ് ഉള്ള നക്ഷത്രങ്ങൾക്ക് മറ്റു രീതിയിലുള്ള മരണമാണ് സംഭവിക്കുന്നത്, നക്ഷത്ര മരണമാണ് സംഭവിക്കുന്നത്. എല്ലാം ഒടുവിൽ എൻ്റെ വക്രങ്ങളിൽ വന്ന് അവസാനിക്കും. അതാണ് ആ കണക്ടിവിറ്റി. അപ്പോൾ ഇതിനകത്ത് വളരെ അപ്പോൾ ഈ ചന്ദ്രശേഖർ ലിമിറ്റ് അല്ലാത്ത ഒരു പക്ഷേ സൂര്യൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ചന്ദ്രശേഖർ ലിമിറ്റ് സൂര്യനാണ് അതിന് സ്റ്റാൻഡേർഡായിട്ട്. അപ്പോൾ അവർ സൂര്യൻ ഒരു റെഡ് ജയൻ്റ് ആയിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് അവസാനം ലയിച്ചു ചേരും. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പിന്നെ ആ അതിലേക്ക് അങ്ങനെ അങ്ങ് പോകും. ഒന്ന് ഇടപെട്ടോട്ടെ സാർ. അപ്പോൾ കാരണം ഈ സാർ പറഞ്ഞ കുറേ കാര്യങ്ങളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭാരതീയ വേദാന്തമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞൊരു സാധനം, കോൺഷ്യസ്നെസ്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഈ 3 കാര്യം തന്നെയാണ് തരത്തിൽ ഭാരതീയ വേദാന്തത്തിൽ അടിസ്ഥാനമായിട്ട്. ആദ്യം പറയുന്നത് അവനവനെ കുറിച്ചുള്ള അറിവാണ് അറിവിന്റെ ആരംഭം എന്ന് പറയുന്നത്. അപ്പം നമ്മളതിനകത്ത് സാക്ഷിഭാവത്തിൽ പങ്കെടുക്കുക. നമുക്കൊരിക്കലും കർത്തൃഭാവത്തിൽ നമ്മൾ പങ്കെടുത്താൽ മതി, എൻ്റെ കർമ്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ടിസിപ്പേഷനായി. എന്നിട്ട് നമ്മൾ വി ആർ ഗോയിങ് ടു അവർ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഇത് കണക്ട് ആയി. എനിക്ക് കാരണം വേദാന്ത ഉപനിഷത്തിൽ അത്രയൊരു ഞാൻ അങ്ങനെ റിസർച്ച് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഐ സ്റ്റിക്ക് വിത്ത് സയൻസ്. അപ്പോൾ സയൻസിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറേ അഭ്യൂഹങ്ങളുണ്ട്. എന്നാലും കണക്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ വിചിന്തനം ചെയ്ത് മനസ്സിലാക്കി വെച്ച കാര്യങ്ങളാണ് അങ്ങയുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബിജുവിന് ഇതിന് നല്ല അറിവുള്ളത് കൊണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാനൊക്കെ. അതുപോലെ രസകരമായ 2 കാര്യങ്ങളുണ്ട് ഇതിൻ്റെ കൂടെ. ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റ് വരുന്നതായതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ആസ് ഈസ് ദ ഹ്യൂമൻ മൈൻഡ് സോ ഈസ് ദ കോസ്മിക് മൈൻഡ്, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി, ആസ് ഈസ് ദ മൈക്രോകോസം സോ ഈസ് ദ മൈക്രോകോസം. സോ ആ കണക്ഷൻ അവിടെ നമുക്ക് വിസിബിൾ ആണ്, കറക്റ്റാണ്. അതുപോലെ സാറ് ഈ പറഞ്ഞ പിന്നെ നമ്മൾ ഈ തുടങ്ങി വന്നു പിന്നെ വീണ്ടും തിരിച്ച് നമ്മളതിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ എപ്പോഴും ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ചാക്രികം എന്ന് പറഞ്ഞൊരു സങ്കല്പ യഥാർത്ഥത്തിൽ ഭാരതീയ സങ്കല്പത്തിലുള്ളൊരു വലിയ കാര്യമാണ്.
അപ്പോൾ ഐൻസ്റ്റൈനിക് ഫിസിക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ സാധാരണ ഒന്നും എല്ലാവരും അറിയാമെന്നുള്ളതാണ്. കോസ് ആൻഡ് എഫക്റ്റ് തിയറി നമുക്കെല്ലാം അറിയാം, എന്തുണ്ടെങ്കിലും അതിനൊരു കോസ് ഉണ്ട്, അതിനൊരു കോസ് ഉണ്ടെന്ന്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ റെട്രോ കാഷ്വാലിറ്റി എന്നൊരു സാധനമുണ്ട്, റെട്രോ കാഷ്വാലിറ്റി. അപ്പോൾ കാര്യത്തിൽ നിന്ന് കാരണം ഉണ്ടാകുന്നു കോസ് ആൻഡ് എഫക്റ്റ്, എന്നാൽ കാരണം അവിടെ ഇല്ലാതെ കാര്യം ഉണ്ടാകുന്നു, പിന്നീട് കാരണം വരുന്നു. ആദ്യം കാര്യം ഉണ്ടായിട്ട് പിന്നീട് കാരണം വരുന്നു. അപ്പോൾ ഇത് പിന്നെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും സാർ, ഈ ചാക്രികതയുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ എൻ്റെ ഒരു അഭ്യൂഹം പറയാം. ചാക്രികം എന്ന് പറഞ്ഞാൽ സൈക്ലിക്കൽ മൂവ്മെൻ്റ് എന്നുള്ളത്. അതെ അതെ. അപ്പോൾ കോസിൽ നിന്ന് ഒരു ഇഫക്റ്റ് ഉണ്ടാകും. ഇഫക്റ്റ് കോസാകാനും മതി. അതെ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സും ശരീരം എടുക്കുക. മനസ്സിലുള്ള സ്ട്രെസ്സ്, അങ്ങനെയുള്ള നെഗറ്റീവ് ഫോഴ്സസ് മനസ്സിനെ കയറി പിടിക്കുമ്പോൾ അത് ശരീരത്തിൽ സിക്നസ് ഉണ്ടാകുന്നു എന്നുള്ളത് മോഡേൺ ശാസ്ത്രം കണ്ടുപിടിച്ച ഒരു കാര്യം. സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത്. സൈക്കോസൊമാറ്റിക്. അതിൻ്റെ വിപരീത ദിശയിൽ സംഭവിക്കുന്ന ശരീരത്തിൽ നല്ല വേദനയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, അത് മനസ്സിനെയും വേദനിപ്പിക്കും. അപ്പോൾ ശരീരം എന്നുള്ളതൊരു ഭൗതിക വസ്തുവും മനസ്സെന്ന് പറയുന്ന ഒരു അഭൗതിക വസ്തുവും. ഇവിടെ ആ ചാക്രികമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, ബന്ധം നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ പ്രപഞ്ചതത്വമായിട്ട് അല്ലെങ്കിൽ വേദാന്തികൾ പറഞ്ഞിട്ടുള്ള പ്രപഞ്ചതത്വമായിട്ട് ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ് 1940 പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ ഇൻഫർമേഷൻ തിയറി. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ സൈക്കിൾ പഠിക്കുകയാണ്. സൈക്കിൾ പഠിക്കുമ്പോഴത്തേക്ക് ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ തട്ടി താഴെ വീഴും. പക്ഷേ പെട്ടെന്ന് ആ ഇൻഫർമേഷൻ നമ്മുടെ മസ്തിഷ്കത്തിലും ന്യൂറോ വ്യവസ്ഥയിലും ചെന്ന് എന്ത് ചെയ്താൽ നമ്മൾ താഴെ വീഴാതിരിക്കും, മറ്റേ ഫ്രണ്ടിലത്തെ പെടൽ വെട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതൊരു ലൂപ്പാണ്. ഇതിന് ഇൻഫർമേഷൻ ലൂപ്പ് എന്ന് പറയും. ഇൻഫർമേഷൻ ലൂപ്പ്. അപ്പം എ ബി എടുത്തു കഴിഞ്ഞാൽ എ ബി ബി എ, ഇവർ രണ്ട് ഉദാഹരണം എ ബി ബി എ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ലൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചാക്രികമായ ഇൻഫർമേഷൻ ഫീഡിങ്. ഞാൻ പറഞ്ഞ ഉദാഹരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, അതായത് സൈക്കിൾ യാത്രക്കാരൻ പോകുന്നു, സൈക്കിൾ പഠിക്കാൻ ശ്രമിക്കുന്നു, ആദ്യത്തെ ശ്രമത്തിൽ പരാജയപ്പെടുന്നു. ആ ഇൻഫർമേഷൻ നമ്മുടെ മസ്തിഷ്ക വോളണ്ടറി വ്യവസ്ഥകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അവിടെ ഒരു ചേഞ്ച് വന്ന് തിരിച്ച് നമ്മൾ ഇതിലേക്ക് പോകുന്നു. നമ്മുടെ അവയവങ്ങളിൽ കൂടി ആ സൈക്കിളിനെ ശരിക്ക് ഓടിക്കാനായിട്ടുള്ള ആ കോൺസെൻട്രേഷൻ കിട്ടുന്നു. ഫീഡ്ബാക്ക് ലൂപ്പാണ് അത്. ഈ പറയുന്ന ചാക്രികവുമായിട്ട് ബന്ധപ്പെടുത്താനൊക്കും. ഇതിനൊക്കെ പുറകിലൊരു സയൻറ്റിഫിക് പ്രിൻസിപ്പിളുണ്ട്. ചിലപ്പം പറഞ്ഞൊരു കാര്യമായിട്ട് ഇപ്പം മൈക്കൽ ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടെന്ന് പറയുന്നത്, സാർ ഈ പറഞ്ഞതുപോലുള്ള ഇൻഫർമേഷൻ ലൂപ്പ്. അപ്പോൾ സാറ് പറഞ്ഞത് ഈ ജന്മത്തിൽ നമ്മൾ കാണുന്ന പ്രവൃത്തി കൊണ്ട്, പക്ഷെ അദ്ദേഹം പറയുന്നത് അതിന് മുമ്പും അത് ഉണ്ടാവാം. കാരണം ഒരു പശുക്കിടാവ് ജനിച്ച് വീണ ഉടൻ തന്നെ അത് അതിൻ്റെ അമ്മയുടെ അടുത്ത് പോയി പാല് കുടിക്കുന്നു. താറാവിൻ്റെ കുഞ്ഞാണെങ്കിൽ ലൂപ്പാണ് അത്. പക്ഷേ ജന്മാന്തരങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് ഇതിനകത്ത് വരുന്നത്. അത് പറയാം. ജന്മാന്തരങ്ങളിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ പഞ്ചകോശ തത്വം അംഗീകരിച്ചാൽ ആ മൈക്രോകോസം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലുള്ള ദ ഫോട്ടോണിസിറ്റി ഇൻ മാൻ നോസ് എവറിതിങ്. എല്ലാ അറിവിൻ്റെയും ഉടമസ്ഥനാണ് അദ്ദേഹം, നമ്മുടെ ഉള്ളിലുള്ള ആ ദിവ്യ എനർജി. പക്ഷേ ആ ഉടമസ്ഥന് പുറത്തേക്ക് വ്യാപിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സകല ജന്മാന്തരങ്ങളിലും ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ ഇൻഫർമേഷൻ ആ ഡിവൈൻ ഫോട്ടോണിസിറ്റിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഇൻഫർമേഷൻ എപ്പോഴാണ് പുറത്തേക്ക് വരിക? അനവധി ജന്മങ്ങൾ കഴിഞ്ഞ് നമ്മൾ പാഠങ്ങൾ പഠിച്ച്, ഹൃദയം കൊണ്ട് പാഠങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ അതിനൊരു കംപ്ലീഷൻ വരും. മസ്തിഷ്കം കൊണ്ട് പാഠം പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ അനുഭവത്തിൽ കൂടി പഠിക്കാന്ന് പറയുള്ളൂ. കാക്ക കണ്ടുപഠിക്കും, നായ കൊണ്ടുപഠിച്ച് കഴിയുമ്പോഴാണ് ഈ ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു അവയർനെസ്, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആൻഡ് വെർച്വൽ ഫീൽഡ്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, അങ്ങനെ പാഠം പഠിച്ചു കഴിയുമ്പോഴാണ് റിലീസ്ഡ് ആകുന്നത്. അതാണ് ഈ ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ എന്നും പറഞ്ഞു കമുകറ പുരുഷത്തിൽ. നമ്മളൊക്കെ ആത്മാക്കളായിട്ട് ഇവിടെ ജനിച്ച് മനുഷ്യ ശരീരം എടുത്ത് അതിനുള്ളൊരു മനസ്സുണ്ടായി നമ്മളിവിടെ പാഠങ്ങൾ പഠിക്കാൻ വന്നിരിക്കുകയാണ്. ബ്രയൻ വെയ്സും ഇതേ കോൺസെപ്റ്റിൽ സാറാണ് പാഠശാല എന്ന് പറയുന്നത്. പാഠശാല വളരെ ലളിതമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്.
അപ്പോൾ ഈ പാഠങ്ങളെ കൊണ്ട് മുഴുവൻ മെമ്മറി ആത്മാവിലുണ്ട്. അപ്പോൾ നമുക്ക് പ്രജനനമോഹം, തൃഷ്ണ, ധനസമ്പാദനം, ഇങ്ങനെ ഒത്തിരി ഒത്തിരി മോഹങ്ങളുണ്ട് നമുക്ക്. ഈ മോഹങ്ങളൊക്കെ ആരുടെ മോഹങ്ങളാണ്? സത്യത്തിൽ ഈ ആത്മാവിൻ്റെ മോഹങ്ങളാണ്. മനസ്സിലായത്? ദാഹങ്ങളും മോഹങ്ങളും, ആ കൺസ്യൂമേഷൻ. സമാനമായ ഒരു കാര്യം ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, ഏഡൻ തോട്ടത്തിൻ്റെ കാര്യം. അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ സകല പാഠങ്ങളും പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അതിനോടൊക്കെ വിരക്തി ആകും. ഇപ്പം മദ്യപാനം നടത്തിയ ഒരാൾ അവസാനം രോഗബാധിതനായി, ഇത് വേണ്ട എന്ന് അങ്ങനെ. ഇപ്പം മദ്യത്തിൻ്റെ കാര്യം കൊണ്ടല്ല പറയുന്നത്, മറ്റു പല പല ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെടുത്താൽ പലപ്പോഴും നമുക്ക് വിരക്തി തോന്നും. ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഭക്ഷണത്തിനോടൊക്കെ ഒരുതരം വിരക്തിയാണ് ആവശ്യമാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉപനിഷത്തുക്കളിൽ ഒരു കാര്യം പറയുന്നുണ്ട്, കണ്ണുകൾ കാണുന്നില്ല, നാസിക ഗന്ധമറിയുന്നില്ല, നാസികയല്ല ഗന്ധമറിയുന്നത്, നാസിക ഘ്രാണിക്കുന്നില്ല, കാതുകൾ കേൾക്കുന്നില്ല, ത്വക്ക് സ്പർശനമറിയുന്നില്ല. കണ്ണിൻ്റെ കണ്ണും നാസികയുടെ നാക്കും ചെവിയുടെ ചെവിയുമായ അവനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ആ അവൻ ആരാണ്? നമ്മിലെ ചൈതന്യം. നമ്മുടെ ചൈതന്യത്തിൻ്റെ വാഞ്ച, തൃഷ്ണ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഫ്രീ വിൽ എന്ന് പറയുന്നൊരു സാധനം തന്നിട്ടുണ്ട് ദൈവം. അതോടൊപ്പം തന്നെ താൻ പാതി ദൈവം പാതി. നമുക്ക് ആത്മസംയമനം, നമ്മളിൽ ഒരു സെൻസ് ഓഫ് മൊറാലിറ്റി ഉണ്ട്, നമ്മളൊരു മനസാക്ഷിയുണ്ട്. അത് മറ്റു തന്നെയായിരിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നറിയാം. പക്ഷെ മനുഷ്യൻ പലപ്പോഴും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പല തെറ്റുകളും പ്രവർത്തിക്കും. അങ്ങനെ കർമ്മബന്ധങ്ങളുണ്ടാകും. ആ കർമ്മബന്ധങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഓർമ്മകൾ ആത്മാവിൽ തങ്ങി നിൽക്കും. അപ്പോൾ ഹോളോഗ്രാഫിക് തത്വമായിട്ട് ഇതുമൊക്കെ ആയിട്ട്, അത് വേദാന്ത തത്വമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ബിന്ദുവിലേക്ക് എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്നുള്ള ചോദ്യത്തിന്, ചാക്രികമായിട്ടുള്ള ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരവും കൂടിയാണ്. അത് കുറച്ച് വിചിന്തനം വേണ്ടി വരും അത് മനസ്സിലാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു സയൻറ്റിഫിക് അഭ്യൂഹമാണെങ്കിലും അതങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റും. നല്ലൊരു അടിത്തറയുള്ള, നമ്മൾ ചിന്തിച്ച അടിത്തറയുള്ള സ്പെക്കുലേഷൻ. അതായത് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് തുടക്കത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന സാറ്, പ്രപഞ്ച ബോധവുമായിട്ട്, പ്രപഞ്ചത്തിൻ്റെ ബോധവുമായിട്ട് നമ്മുടെ ബോധം, മനുഷ്യൻ്റെ അല്ലെങ്കിൽ സാമാന്യ മനുഷ്യൻ്റെ ബോധം തിരോഭവിക്കുന്നു എന്ന് സാറിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ സെമിറ്റിക് മതങ്ങളിലുള്ള കോൺസെപ്റ്റുകൾ വെച്ച് നോക്കുമ്പോഴും നോൺ സെമിറ്റിക് മതങ്ങളിലുള്ള കോൺസെപ്റ്റുകൾ വെച്ച് നോക്കുമ്പോഴും എപ്പോഴും തിരിച്ചു പോകുന്ന ഒരു സങ്കല്പമുണ്ട്. അത് നരകമാകാം, സ്വർഗമാകാം, അല്ലെങ്കിൽ പറുദീസയാകാം, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഈ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്ന് പറയുമ്പോൾ വൈബ്രേഷൻസ് ഇല്ലാത്തൊരു ലോകം എന്നുള്ള ഒരു സ്പന്ദങ്ങളില്ലാത്തൊരു ലോകം എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ സാർ ഈ പറഞ്ഞ ശാസ്ത്രീയമായിട്ട് പറഞ്ഞല്ലേ, ശാസ്ത്രത്തിൽ പറയുന്ന ഈ ഒരു തിരിച്ചു പോകും, അതായത് ഒരു പ്രപഞ്ചം പൂർണ്ണമായിട്ട് അവസാനിച്ച് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നതും നമ്മളീ പറയുന്ന പല മതദർശനങ്ങളിൽ പറയുന്ന നിർവികൽപ്പ സമാധിയും തമ്മിൽ എങ്ങനെയാണ് സാറ് നോക്കിക്കാണുന്നത്? ഈ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് ഒരു സംസ്കൃത വാക്കാണ്. അതെ, വളരെ കെയർഫുള്ളായിട്ട് വേദാന്തിയർ സെലക്ട് ചെയ്തൊരു വാക്കാണ് നിർവികൽപ്പ സമാധി. അതിൻ്റെ അർത്ഥം തോട്ട് ഇല്ലാത്ത ഒരു ആന്തരിക ലോകം എന്നാണ് അർത്ഥം. ഇതിനെക്കുറിച്ച് നല്ലൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത് ജിഡു കൃഷ്ണമൂർത്തി 1980 ഇംഗ്ലണ്ട് സന്ദർശിച്ചപ്പോൾ, ലണ്ടൻ സന്ദർശിച്ചപ്പോൾ കുറേ സീരീസ് ഓഫ് പ്രഭാഷണം വെച്ചു. അന്ന് ഡോക്ടർ ഡേവിഡ് ബോം റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് സംയോജിപ്പിക്കുന്ന ഒരു പ്രയത്നത്തിലായിരുന്നു. അദ്ദേഹം ഐൻസ്റ്റൈൻ്റെ ഒരു കോവർക്കറായിരുന്നു. പിന്നെ പുള്ളിച്ചിരിക്ക് ഇത്തിരി ആത്മീയ പ്രത്യയം ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ അല്പം ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിൻസ്റ്റണിൽ നിന്ന് പുള്ളിയെ പറഞ്ഞു വിട്ടു, പണി ബോധിച്ചു, നാളത്തെ തൊട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ആ പുള്ളി ഇവിടെ വന്ന് ലണ്ടനിൽ വന്ന് ജോലി ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്ക് ആ സംയോജനം കംപ്ലീറ്റ് ആയില്ല. ആ സമയത്താണ് കൃഷ്ണമൂർത്തി ലെക്ചേഴ്സ് നടന്നത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് കൃഷ്ണമൂർത്തി ഒന്ന് കണ്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന്. കാരണം അതിനു മുമ്പുള്ള ലെക്ചേഴ്സൊക്കെ പുള്ളി കേട്ടിരുന്നു. കൃഷ്ണമൂർത്തി പറഞ്ഞു, നിങ്ങൾക്ക് തോട്ട്സ് കൊണ്ട് ഇതിനൊന്നും
ഇതിനെ ഒന്നും സംയോജിപ്പിക്കാൻ സാധിക്കുകയില്ല. ദർ ഇസ് എ വേൾഡ് ബിയോണ്ട് തോട്ട്. ചിന്തകളില്ലാത്ത ഒരു ലോകത്തിൽ എന്ന് മനുഷ്യൻ ചെന്നെത്തുന്നോ അന്ന് മാത്രമേ കംപ്ലീറ്റ് ജ്ഞാനം അവന് കൈവന്നു ചേരുകയുള്ളൂ എന്ന് പറയുന്നു. ഇതാണ് ശാസ്ത്രജ്ഞർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഹോൾനെസ് ആൻഡ് ഇംപ്ലിക്കേറ്റ് ഓർഡർ എന്നും പറഞ്ഞൊരു ക്ലാസിക്കൽ പുസ്തകം ഡേവിഡ് ബോം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരും ധ്യാനം അല്ലെ യോഗ ഇതുപോലെയുള്ള ആത്മീയ പ്രക്രിയയിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ അവർക്കിത് സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് നോളജ് കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ക്വാണ്ടം ബലതന്ത്രവും ആപേക്ഷികതയുമായിട്ട് സംയോജിപ്പിച്ച് ഒരു സർവ്വസിദ്ധാന്തം കൊണ്ടുവരാൻ സാധിക്കുമെന്നായിരുന്നു അന്ന് ഡേവിഡ് ബോമിന് കിട്ടിയ ആശയം. അതിലേക്ക് വേണ്ടി ഏതാനും കാര്യങ്ങളൊക്കെ ചെയ്തും വെച്ചിട്ടാണ് ഡേവിഡ് ബോം ദിവംഗതനായത്. അപ്പോൾ ബിജുവിൻ്റെ ചോദ്യം ചോദിക്കുകയാണ്, ഈ നിർവികൽപ്പ സമാധി എന്ന് തോട്ട്ലെസ് വേൾഡാണ്. ഈ തോട്ട്ലെസ് വേൾഡ് വരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സംഭാഷണം നിർത്തേണ്ടതായിട്ട് വരും. ഇപ്പം ഞാൻ മുമ്പ് ഒരു ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ഐ ആം ദാറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിസർഗ മഹാരാജ് മിണ്ടാതെ ഇരിക്കുമായിരുന്നു, അതൊന്നും സംസാരിക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ ഫിനോമിനൽ വേൾഡിലേക്ക് വരേണ്ടതായിട്ട് വന്നു. ഒത്തിരി പേര് വരികയും ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തപ്പോൾ ആ തോട്ടുള്ള വേൾഡിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും സംസാരം ഉണ്ടാകേണ്ടതായിട്ട് വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ വരുമ്പോൾ ചിന്തകൾ വരും. ചിന്തകൾ വന്നു കഴിയുമ്പോൾ അതൊരു സവികൽപ്പ സമാധിക്ക് എതിരായ ഒരു കാര്യമാണ് ഈ സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതുപോലെ വൈകാരികമായുള്ള വിക്ഷുപ്തത. അപ്പോൾ ഇപ്പം നമുക്കറിയാം, ശിവഗിരി മഠത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് മഹാസമാധിയായ ഒരു സ്വാമി ഉണ്ടായിരുന്നു. ഞാൻ പേര് മറന്നുപോയി. 7-8 വർഷം മൗനിയായിട്ടിരിക്കുകയായിരുന്നു. ഒത്തിരി സ്വാമിമാരിങ്ങനെ മൗനിയായിട്ടിരിക്കുന്നത് അത് സവികൽപ്പ സമാധിയിലേക്കുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ടാണ് ഈ സമാധി ആഗ്രഹിക്കുന്ന പല ദിവ്യപുരുഷന്മാരും ഇവരും അവർ ഈ പറയുന്ന രീതിയിലുള്ള ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നത്. കാരണം മനുഷ്യ മസ്തിഷ്കത്തിലെ ഭാഷാകോശങ്ങൾ നമുക്ക് പല കാര്യങ്ങൾ ചെയ്തെടുക്കാനും പ്രവർത്തിക്കാനും ഭൗതിക ലോകത്ത് ജീവിക്കാനും ഒത്തിരി സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സംസാരത്തിൽ ഒത്തിരിയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളുടെ ചിന്തകളുടെ ബൈ പ്രോഡക്റ്റാണ് ഈ സംസാരം. സവികൽപ്പ സമാധിയിലേക്ക് ഉന്നം വയ്ക്കുന്ന ഒരു ദിവ്യപുരുഷൻ ആ ചിന്തകളെ അടക്കേണ്ടതായിട്ട് വരും. അപ്പം അത്യാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ലായിരിക്കും. കൂടുതൽ എൻഗേജ്മെൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും സമാധി അവസ്ഥയ്ക്ക് ഭംഗം സംഭവിക്കും. അത് കർമ്മബന്ധത്തിന് വഴിതെളിക്കും. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണ്ണമായി എനിക്ക് തരാൻ സാധിച്ചുവെന്ന് എനിക്കറിയില്ല. അതുപോലെ മഹർഷി അരബിന്ദോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ ലൈഫ് ഡിവൈൻ, അതുപോലെ തന്നെ സാവിത്രി തുടങ്ങിയ കവിതകളിലൊക്കെ, അതുപോലെ തന്നെ അസംഖ്യം കൃതികൾ അദ്ദേഹം എഴുതിയതിലെല്ലാം തന്നെ ഈ ഒരു സങ്കല്പം പറയുന്നുണ്ട്. അപ്പം മനുഷ്യനിങ്ങനെ കടന്നു പോകുന്ന പല ഘട്ടങ്ങളിൽ ചെളിയും അതുപോലെ തന്നെ ചേറും പിടിച്ച അവസ്ഥകൾ, അത് കഴിഞ്ഞിട്ട് മറ്റേതൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുക എന്ന് പറയുന്നതും ഇത് തന്നെയല്ലേ, ഈ ഇന്ദ്രിയ നിഗ്രഹവും അതുപോലെ അത് തന്നെയാണ്. ഇപ്പോൾ ഈ ലൈഫ് ഡിവൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു നോക്കി. ഓരോ 24,000 ലൈൻസോ മറ്റുണ്ട് അതിനകത്ത്. ഒരൊറ്റ അക്ഷരം നമുക്ക് അതിനകത്ത് മനസ്സിലാകില്ല. പക്ഷേ അരബിന്ദോയുടെ തന്നെ ശിഷ്യന്മാർ ലൈഫ് ഡിവൈനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ അതീന്ദ്രിയ അവസ്ഥയിൽ നിന്ന് എഴുതിയിട്ടുള്ള ഒരു മഹാകൃതിയാണ് ലൈഫ് ഡിവൈൻ. ഒരു ലോകോത്തര ആത്മീയ കൃതിയാണ് ലൈഫ് ഡിവൈൻ. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, എന്നോട് കുഴിക്കുവാൻ നിർദ്ദേശിച്ചു അദ്ദേഹത്തിൻ്റെ ഗുരു. ഞാൻ കുഴിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ആഴത്തിലും വീതിയിലും ഞാൻ കുഴിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഞാൻ ആ തട്ട് കണ്ടെത്തി. ആ പ്രഭാപൂരിതമായ ആ തട്ട് കണ്ടപ്പോൾ എനിക്ക് അളവില്ലാത്ത ആനന്ദാനുഭൂതി വന്നെന്നും പറഞ്ഞൊക്കെയാണ് ലൈഫ് ഡിവൈനെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കാഠിന്യത കൊണ്ട് ഞാൻ കുറച്ച് വ്യാഖ്യാനം വായിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിർത്തി. കാരണം അതിനകത്തൊരു സയൻസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എൻലൈറ്റ്മെൻറ്റിൻ്റെ പാതയാണ് ലൈഫ് ഡിവൈനിൽ വിവരിച്ചിരിക്കുന്നത്. ഞാൻ വായിച്ച ഭാഗം, മറ്റു പലതും ഉണ്ടായിരിക്കും.
അപ്പോൾ മഹർഷി അരബിന്ദോ എന്ന് പറയുന്ന ഒരു ജീനിയസ് ആയിരുന്നു. ജീനിയസ് എന്ന് പറഞ്ഞാൽ വേറൊരു വ്യത്യാസവും കൂടി ഉണ്ടായിരുന്നു. മഹർഷി അരബിന്ദോ സാധാരണക്കാർക്ക് വേണ്ടിയും ഈ ഹിമാലയങ്ങളിൽ പോയി സന്യസിച്ച് അവനവന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതശൈലി ആയിരുന്നില്ല മഹർഷി അരബിന്ദോ തിരഞ്ഞെടുത്തത്. സകലർക്കു വേണ്ടിയും ഈ പറയുന്ന ദൈവജ്ഞാനവും ആത്മീയജ്ഞാനവും എൻലൈറ്റ്മെൻറ്റും കൊടുക്കണം, ഗോൾഡൻ ഈറ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ഈ സ്വർഗരാജ്യം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് ഒരു വിഹക വീക്ഷണമുണ്ടായിരുന്നു. ഒരു മഹർഷിയായിരുന്നു മഹർഷി. പിന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള എസ്സേസ് പലതും വളരെ വളരെ നമുക്ക് ഹൃദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ പാതയിൽ കൂടി മനുഷ്യൻ സഞ്ചരിക്കണം. അപ്പോൾ ലൈഫ് ഡിവൈൻ ഉണ്ട്, സാവിത്രിയുണ്ട്, പിന്നെ അദ്ദേഹം ഒരു പത്രപ്രവർത്തനമായിരുന്നു. അത് സംബന്ധിച്ചും ധാരാളം ആര്യ എന്നും പറഞ്ഞൊരു പബ്ലിക്കേഷൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിലെഴുതിയും അതിലാണ് ബ്രിട്ടീഷുകാർ പിടിച്ച് അതിലെന്തോ എഴുതിയെന്നും പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യുകയൊക്കെ ചെയ്തു. ആ സമയത്ത് സ്വാമി വിവേകാനന്ദനുമായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു. ഇത് സാറിൻ്റെ പുസ്തകത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അത് ഒന്ന് പറയാമോ സാർ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്രയൽ വന്നപ്പോഴത്തേക്കും മഹർഷി അരബിന്ദോ മെഡിറ്റേറ്റീവ് പോസ്റ്ററിൽ കോർട്ടിലിരിക്കുക ചെയ്തു, ഒരു മറുപടിയില്ലാതെ. അവസാനം ജഡ്ജിക്ക് മനസ്സിലായി ഇങ്ങനെ ധ്യാനത്തിൽ നിന്ന് ഉണരുകയില്ല എന്നുള്ളത്. അപ്പോൾ മഹർഷി അരബിന്ദോയ്ക്ക് ആ സമയത്ത് വിവേകാനന്ദൻ ടെലിപ്പതി വഴി തോട്ടിട്ട് കൊടുത്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തോട്ടിൻ്റെ ബഹിർസ്ഫുരണം ഭാഷ മാത്രമല്ല. തോട്ട് എന്ന് പറയുന്ന ഒരു ആശയമാണ്, ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ പല രീതിയിൽ നമുക്ക് ലഭിക്കാം. അതിലൊന്നാണ് ടെലിപ്പതി. അതൊരു വൈബ്രേഷൻ ആണല്ലോ, എനർജി ആണല്ലോ. മാത്രമല്ല, അപ്പോൾ CIA അതിൻ്റെ ലെങ്ത് വരെ ഡിറ്റർമിൻ ചെയ്തു. ടെലിപ്പതിക്ക് വേവിൻ്റെ ലെങ്ത്, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ദേ ഫൗണ്ട് ഇറ്റ് ആസ് 40,000 കിലോമീറ്റർ അതിൻ്റെ വേവ് ലെങ്ത്. എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ വേവ്സിൻ്റെയൊക്കെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 8, 10, 20, 30 അതിലൊക്കെ കൂടുതലുണ്ട്, ധാരാളമുണ്ട്. പക്ഷേ ഈ 40,000 കിലോമീറ്റർ എന്ന് പറയുന്നത് അത് ഒട്ടും വൈബ്രേഷൻ ഇല്ലാത്ത ഒരു വേവാണ്. സ്ട്രെയിറ്റ് വേവ് അല്ലേ, ഭൂമിയുടെ സർക്കംഫറൻസിന് തുല്യമാണ്. ഇങ്ങനെ ഒരു കണക്ക് അവർ പറയുന്നുണ്ട് അമേരിക്കയിലെ സയൻറ്റിസ്റ്റ്. കാരണം അവർക്ക് ടെലിപ്പതി മുഖാന്തരം റഷ്യൻ സാറ്റലൈറ്റ് എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്, സാറ്റലൈറ്റിൽ റഷ്യൻ മിസൈൽസ് എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് ടെലിപ്പതി മുഖാന്തരം അറിയാൻ ഒക്കുമോ, റിമോട്ട് വ്യൂയിങ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ ഗവേഷണം നടത്തും. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരെയല്ല, ഈ റിമോട്ട് വ്യൂയിങ് കഴിവുള്ള അതീന്ദ്രിയജ്ഞരെ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, ട്രെയിൻ ചെയ്ത് അവർ പരീക്ഷണം നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ടെലിപ്പത്തിക് വേവിൻ്റെ ലെങ്ത് 40,000 കിലോമീറ്ററാണ്. ഇതെന്തുമാത്രം സത്യമുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ റെഡ് ഇറ്റ് സംവെയർ. ഞാനത് ഡൗൺലോഡ് ചെയ്ത പേപ്പറും എൻ്റെ കൈവശിരിപ്പുണ്ട്. അപ്പോൾ ടെലിപ്പതി മുഖാന്തരം കമ്മ്യൂണിക്കേഷൻ പണ്ട് യോഗികൾ നടത്തിയിരുന്നു, ഇന്നും യോഗികൾ നടത്തുന്നത് തോട്ട് ട്രാൻസ്ഫർമേഷനാണ്. ഇതൊന്നും വേണ്ട, മൃഗങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നായ് വർഗത്തിൽപ്പെട്ടത്, അങ്ങനെ പല രീതിയിൽ. അപ്പോൾ ഇതെല്ലാം തോട്ടിൻ്റെ ഫോംസാണ്. തോട്ട് ആർ ഫോംസ്, ഫോംസ് ആർ തോട്ട്സ്. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഭാഷാകോശങ്ങളിൽ കൂടിയാണ്. അപ്പം നമ്മുടെ ഭാഷാകോശങ്ങളുടെ എക്സസീവായിട്ടുള്ള യൂസ് കൊണ്ടായിരിക്കണം ഇടത് മസ്തിഷ്കത്തിലുള്ള ആ ഒരു ഭാഷാകോശങ്ങളുടെ പ്രവർത്തനം കൊണ്ടായിരിക്കണം നമുക്ക് ഈ കഴിവില്ല, ടെലിപ്പതി കഴിവില്ല. പക്ഷേ ആ രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുള്ളവർക്ക് ടെലിപ്പതി ഈസ് എ സിമ്പിൾ മാറ്റർ. ഞാൻ വിവർത്തനം ചെയ്ത വിഷ് അഞ്ജില ഡൊനോവൻ്റെ ആ പുസ്തകത്തിൽ ഈ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സാധ്യമാക്കാം എന്നും പറഞ്ഞ് അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഭയം ഉള്ളത്, ഇങ്ങനെയുള്ള വിവരങ്ങൾ അങ്ങോട്ട് പുറം ലോകത്തേക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മിസ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ അതിരാത്രത്തിന് വന്ന ഈ ഇട്ടിരവി നമ്പൂതിരി എന്നും പറഞ്ഞ് വലിയൊരു ജ്ഞാനി ഉണ്ടായിരുന്നു. അതിരാത്രത്തിലെ ഋഷിയായിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹം. അത് ഋഷി ഈയിടെ ദിവംഗതനായ വേറൊരാളായിരുന്നു. പക്ഷേ ഇട്ടിരവി നമ്പൂതിരി അതിൻ്റെ ഓവർസീർ അങ്ങനെ കണ്ടായിരുന്നു. വലിയ മഹാപണ്ഡിതനാണ്. അതിരാത്രത്തിൽ വന്ന് അദ്ദേഹത്തിനോട് ഡോക്ടർ ഫ്രിസ്റ്റാൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന് ഇതെങ്ങനെയാണ് ഈ
അതിരാത്രം നടത്തി കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവർ ആളെ വിട്ടതാണ്. ഹാർവാർഡിൻ്റെ ഫണ്ടിങ് ഉണ്ടായിട്ട് അതിലൂടെ ഒന്ന് താമസിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിരാത്രത്തിന് പോയവരെല്ലാവരും തന്നെ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ് മഴ പെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ ഇട്ടിരവി നമ്പൂതിരി പറഞ്ഞു കൊടുത്തു, ഇതിങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമുക്ക് സാധാരണക്കാരോട് പറയാൻ പറ്റില്ല. ഇപ്പം പാശ്ചാത്യരുടെ കയ്യിൽ ഇങ്ങനെയുള്ള വിദ്യകൾ കിട്ടിയപ്പോൾ അവർ നിർലോഭം പുസ്തകം എഴുതി ഇത് പബ്ലിഷ് ചെയ്യും. അതുകൊണ്ടാണ് ദ വിഷ് എന്ന് പറയുന്ന പുസ്തകം വളരെ കെയർഫുള്ളായിട്ടേ നമ്മൾ അത് കൈകാര്യം ചെയ്യാവുള്ളൂ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ പറയുന്നത്. എം കെ രാമേന്ദ്രൻ സാറിൻ്റെ ഒരു പുസ്തകത്തിലും ഈ ഹിമാലയത്തിലെ യോഗികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഈ ടെലിപ്പതി ഉപയോഗിച്ചാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉണ്ട്. ടെലിപ്പതി ഇപ്പം സയൻറ്റിഫിക്കായിട്ട് അവർ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചൈനക്കാർ ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആണെന്നാണ് ഞാൻ കേട്ടത്. ജർമ്മൻകാർ അതെ. ഇന്ത്യയിൽ പിന്നെ യോഗികളുള്ളതുകൊണ്ട് ഇത് വിഷയമുള്ള കാര്യമല്ല ഇന്ത്യൻസിനോ.